വീട്ടുമുറ്റത്തിരുന്ന് പത്രം വായിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഓ ഡാർക്ക് രാവിലെ തന്നെ. ജോലിയില്ലായ്മ രൂക്ഷം. എങ്ങനെ ഉണ്ടാവുമായിരിക്കും? ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ മിനിമം ചോദിക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ്. ആരെങ്കിലും ജോലിക്ക് എടുത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എടാ ഞാൻ ബാധുക്കയിൽ ഫോൺ കൊടുത്തു ഞാൻ സംസാരിക്കാം. എന്ത് വള്ളിയാണോ? എടാ ഒരു 10 മിനിറ്റ് കിട്ടോ? റോഹന. എടാ ഒരു മിനിറ്റ് ഇട്ടാ. എൻ്റെ പൊന്ന് ബാധുക്ക പടം ഫുൾ ഏറ്റെടുക്കുകയാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുക്കുന്നേ. ആ നിങ്ങൾ നോക്കാനാന്ന് വെച്ചാൽ ബാക്കി നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ ഒരു മീറ്റിങ്ങിന് കയറാൻ പോവാ. വൈകുന്നേരം വിളിച്ചായി. ആ എൻ്റെ പൊന്നടായേ ഒരു രക്ഷയില്ല. നിന്ന് ഇരിയ സമയം കിട്ടണില്ല. ഞാൻ ഈ സാധനം ഒന്ന് എടുത്തിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് എത്ര നാളായെന്നറിയാം. സമയം കിട്ടണ്ടേ? ഒന്നിനും തെങ്ങണില്ല. എന്നാലും എൻ്റെ പൊട്ട നീ ഇതെങ്ങനെ നിനക്കൊല്ല ലോട്ടറി അടിച്ചാ? ഇതല്ലോ ശല്യം. എടാ ഒന്നും പറയണ്ട. നമ്മൾ വെബ് സീരീസ് എന്ന് പറഞ്ഞ അഭിനയം എന്ന് പറഞ്ഞ് 10 രൂപയില്ലാതെ ഓടി നടന്നിട്ടില്ലേ. ഞാൻ അതിൻ്റെ പേർക്ക് ചെറിയൊരു പ്രൊഡക്ഷൻ കമ്പനി കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. മമ്മൂക്കയാണ് ഉദ്ഘാടനം. മമ്മൂക്കേ? നല്ല സ്റ്റോറി നല്ല ടീമുമാണെങ്കിൽ നമ്മൾ പരിപാടി ഓണാക്കും. അതുകൂടാതെ പറഞ്ഞാൽ ശരിയായിട്ടുണ്ട്. അത് മമ്മൂക്കയും ലാലേട്ടനും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരു ഇൻട്രോ ഷൂട്ട്, ഒരു ഗസ്റ്റ് റോള്, 2 പേരും ഒരുമിച്ച് വരണോ പോണു. അങ്ങനെ ഒരു പരിപാടിയുടെ പ്ലാനിലുണ്ട്. ശല്യമുള്ളത്. എടാ ഒരു മിനിറ്റ് എടാ, ഒരു കോള് വന്നു. ഹലോ എടാ നിങ്ങൾ ആ ക്ലൈമാക്സ് മാറ്റി ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ അത് മാറ്റിയിട്ട് മോനെ നീയൊക്കെ കൂടി ആട്ടിവിട്ടോർത്തില്ലടാ റോഹൻ. അതേടാ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ. ഒരു ഡൗട്ടും ഇല്ല അതില്. ഈ സീൻ കാണാനായിട്ട് നീ കൂടെ വേണോരുന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതേടാ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് ഞാൻ നിന്റെ കൺമുന്നിൽ കണ്ടുപിടിക്കുക. ഞാനേ ഫോൺ കട്ടിയുള്ള ബാക്കി നീയൊക്കെ കൂടി കേട്ടാ മതി. ഇവിടെ വന്നിട്ട് ഞാൻ മാറ്റാൻ പറഞ്ഞു. എടാ ഒരു 5 പേരുണ്ടേ. നീ നോക്കിയിട്ട് വിളിക്കും. ഞാൻ വിളിക്കാൻ തന്നെ. ശരി. നമ്മളിതൊന്നും അറിയണല്ലോ. എടാ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞാലേ ത്രില്ലുള്ളൂ. അത് പൊളിച്ച്. ഇതൊക്കെ വേറെ സാമ്പിള്. ഇനി അങ്ങോട്ട് കിടക്കണമെന്ന് കണ്ടാലോ? പിന്നെ അടുത്ത പരിപാടി ലാൻഡ് റോവർ ചേട്ടാ ചേട്ടാ സൂടാരൻ ചേട്ടാ.